ജസ്റ്റ് ഇന്നലെ പഠിച്ചതൊന്ന് റിവൈസ് ചെയ്യാം. മെട്രിസസ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ആൻ കളക്ഷൻ ഓഫ് എലമെൻറ്റ്സ് വിച്ച് ഈസ് അറേഞ്ചസ് ഇൻ റോസ് ആൻഡ് കോളംസ്. അത് റോസും കോളമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു നമ്പേഴ്സിൻ്റെ കളക്ഷനാണ് മെട്രിക്സ്. സോ മെട്രിക്സ് ഇറ്റ് ആക്ച്വലി ഇസ് എ കോമ്പിനേഷൻ ഓഫ് ലീനിയർ ഇക്വേഷൻസ്. ഈ കോമ്പിനേഷൻ ഓഫ് ലീനിയർ ഇക്വേഷൻ, അത് എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സിയുടെ ആ ഒരു ഫോമിൽ എഴുതുന്ന ഓരോ റോസിനെ നമുക്ക് ആ ഒരു ഫോമിൽ എഴുതാൻ പറ്റും. സോ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ലീനിയർ ഇക്വേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദി സിമ്പിൾ. നമ്മൾ സാധാരണ മെട്രിക്സ് എന്ന് വെച്ചാൽ രണ്ട് സൈഡ് സ്ക്വയർ ബ്രാക്കറ്റ് മാത്രമാണ്. സ്ക്വയർ ബ്രാക്കറ്റ് നമ്മൾ നോർമൽ ബ്രാക്കറ്റ് മുതൽ പിന്നെ ഡിറ്റർമിനൻ്റ് കാണുന്ന ഫോമിൽ വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ ഉള്ള 3 റോസും 3 കോളംസാണ്. അതാണ് 3/3. ഫസ്റ്റ് 3 റെപ്രസെൻറ്റ് റോസാണ്. റോസ് എന്ന് വെച്ചാൽ 1 2 3 4 റോ, സെക്കൻഡ് റോ 4 5 6, തേർഡ് റോ 7 8 9. കോളംസ് ആവും 1 4 7 2 5 8 3 6 9. നെക്സ്റ്റ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെട്രിക്സ്. നമ്മൾ റോ മെട്രിക്സ് എന്ന് വെച്ചാൽ ഒരൊറ്റ റോസ് മാത്രം ഉള്ളെങ്കിൽ, അതായത് ഇപ്പോൾ ഒരു റോ 1 2 3 ഒറ്റ റോയേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കിതിന് 1/3 മെട്രിക്സ്, 3 കോളമാണുള്ളത്, ഒരൊറ്റ റോയേ ഉള്ളൂ. സോ 1 റോ ഇൻറ്റു 3 കോളം, 1/3 മെട്രിക്സ്. കോളം മെട്രിക്സ് എന്ന് വെച്ചാൽ ഒരു മെട്രിക്സിൽ ഒരൊറ്റ കോളം മാത്രം ഉള്ളെങ്കിൽ അതാണ് കോളം മെട്രിക്സ്. നെക്സ്റ്റ് വണ് സ്ക്വയർ മെട്രിക്സ്. സ്ക്വയർ മെട്രിക്സ് എന്ന് വെച്ചാൽ നമ്പർ ഓഫ് റോസ് ഈക്വൽ ടു നമ്പർ ഓഫ് കോളംസ്, അതാണ് സ്ക്വയർ മെട്രിക്സ്. സ്ക്വയർ മെട്രിക്സ് 1 × 1 2 × 2 3 2 × 2/2 ആൻഡ് 3/3 ആൻഡ് 4/4 ഇങ്ങനെ ആയിരിക്കുന്നത്. ഇത് നമ്മൾ 3/3 മെട്രിക്സ് ആണ്, അതായത് 3 കോളം 3 റോസും. നൾ മെട്രിക്സ് എന്ന് വെച്ചാൽ ഒരു എലമെൻറ്റ്സ് എല്ലാം ഈക്വൽ ആണെങ്കിലാണ് എന്ത് നൾ മെട്രിക്സ് എന്ന് പറയും. ഒരു എലമെൻറ്റ്സ് എല്ലാം ഈക്വൽ ആണെങ്കിൽ നൾ മെട്രിക്സ്. നെക്സ്റ്റ് ഡയഗണൽ മെട്രിക്സ്. ഡയഗണൽ മെട്രിക്സ് എന്ന് വെച്ചാൽ ഉള്ളി ഡയഗണൽ എലമെൻറ്റ്സ് മാത്രം ഉള്ളെങ്കിൽ ഡയഗണൽ മെട്രിക്സ്. ഇവിടെ നമ്മൾ 3 എക്സാമ്പിൾ തന്നെ. ഫസ്റ്റ് 3/3 മെട്രിക്സ് തന്നിട്ടുണ്ട്. ഡയഗണൽ എലമെൻറ്റ്സ് മാത്രം സ്ക്വയർ മെട്രിക്സ്. ഡയഗണൽ മെട്രിക്സ് ഈസ് ഓൾവേസ് എ സ്ക്വയർ മെട്രിക്സ്. കാരണം സ്ക്വയർ ആയിട്ടുള്ളതിന് നമുക്ക് ഡയഗണലായിട്ട് എഴുതാൻ പറ്റുള്ളൂ. നമ്മൾ റെക്റ്റാങ്കുലർ ഇല്ലേനെ ഡയഗണലായിട്ട് ചെയ്താൽ ഒരു കോളമോ അല്ലെങ്കിൽ ഒരു റോസൊക്കെ നമുക്ക് എക്സ്ട്രാ ആയി മാറും. സോ diagonal matrix is a square matrix in which we have the leading diagonals, in which we have the elements in leading diagonal, others are 0. സോ അതായത് ഈ ലീഡിങ് ഡയഗണലിലെ എലമെൻറ്റ്സ് ഒഴികെ ബാക്കി എല്ലാം 0 ആണ്. ഇവിടെ ഒരു 3/3 മെട്രിക്സ് ആണ്. ഇനി ഐഡൻറ്റിറ്റി മെട്രിക്സ്. ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് വെച്ചാൽ ഡയഗണൽ എലമെൻറ്റ്സ് ഫുള്ളും 1 ആണെങ്കിൽ, ഡയഗണൽ മെട്രിക്സ് തന്നെയാണ് ഇത്, പക്ഷേ ഇതിൻ്റെ എലമെൻറ്റ് ഫുള്ളും 1 ആണെങ്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞ യൂണിറ്റി മെട്രിക്സ് ഒക്കെ ഐഡൻറ്റിറ്റി മെട്രിക്സ് എല്ലാം സെയിം ആണ്. അപ്പോൾ ഫസ്റ്റത്തെ 3 കോളം 3 റോസ് 3/3 മെട്രിക്സ് ആണ്. നെക്സ്റ്റ് 2 കോളം 2 റോസ് 2/2 മെട്രിക്സ് ആണ്. നെക്സ്റ്റ് 1 റോ 1 കോളം, സോ 1/1. നെക്സ്റ്റ് സ്കേലാർ മെട്രിക്സ്. സ്കേലാർ മെട്രിക്സ് എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് എ ഡയഗണൽ മെട്രിക്സ് തന്നെയാണ്. സോ സെയിം ഡയഗണൽ മെട്രിക്സ് ഹൂസ് എലമെൻറ്റ്സ് ആർ സെയിം. 0 അല്ലാത്ത എല്ലാ എലമെൻറ്റ്സും സെയിം ആണെങ്കിലാണ് സ്കേലാർ. അതെല്ലാ എലമെൻറ്റ്സും 1 ആണെങ്കിലാണ് അത് ഐഡൻറ്റിറ്റി മെട്രിക്സ്. നെക്സ്റ്റ് ട്രയാങ്കുലർ മെട്രിക്സ്. നമ്മൾ പറഞ്ഞു ദർ ആർ 2 ടൈപ്സ് ഓഫ് ട്രയാങ്കുലർ മെട്രിക്സ്. അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ്, ലോവർ ട്രയാങ്കുലർ മെട്രിക്സ്. അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് വെച്ചാൽ എല്ലാ എലമെൻറ്റ്സും, അതായത് ഈ ട്രയാങ്കുലർ, അതായത് ഡയഗണലിൻ്റെ താഴെയുള്ള എല്ലാ എലമെൻറ്റ്സും തീരും. അതായത് അപ്പറിൽ മാത്രമാണ് എലമെൻറ്റ്സ് ഉള്ളെങ്കിലാണ് അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ്. ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് വെച്ചാൽ ലോവറിൽ മാത്രം, ഡയഗണലും അതിൻ്റെ ലോവറും മാത്രം എലമെൻറ്റ്സ് ഉള്ളതാണ് ലോവർ ട്രയാങ്കുലർ മെട്രിക്സ്. അപ്പോൾ ഈ ഡയഗണൽ മെട്രിക്സ് ഒക്കെ നമുക്കറിയാം സ്ക്വയർ മെട്രിക്സ്. അതുപോലെ തന്നെ ഈ താഴെയുള്ള എല്ലാ ഇങ്ങനത്തെ മെട്രിക്സ് എല്ലാം സ്ക്വയർ മെട്രിക്സ് ആയിരിക്കും. നെക്സ്റ്റ് ട്രാൻസ്പോർട്ട് ഓഫ് എ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഇൻ്റർചേഞ്ചിങ് റോസ് ആൻഡ് കോളംസ് ഓഫ് എ മെട്രിക്സ് ആണ്. അതായത് റോസിനെ ഇൻ്റർചേഞ്ച് ചെയ്യുക, അതുപോലെ തന്നെ കോളംസിനെ ഇൻ്റർചേഞ്ച് ചെയ്യുക. ഇത് ഫസ്റ്റ് എ എന്നുള്ളതിൻ്റെ റോസ് 1 2 3 ആണ് ഫസ്റ്റിലെ റോ. പക്ഷേ ഈ 1 2 3 നെക്സ്റ്റ് എ ട്രാൻസ്പോർട്ട് വരുമ്പോൾ കോളമായിട്ടാണ് മാറുക. 1 2 3 കോളമാണ്. ഇവിടെ ഫസ്റ്റ് കോളം 1 4 7 ആണ്. ഇവിടുത്തെ ഫസ്റ്റ് എ ട്രാൻസ്പോസിലെ ഫസ്റ്റ് റോയാണ് 1 4 7. സോ റോയും കോളംസും ഇൻ്റർചേഞ്ച് ചെയ്യുന്നതാണ് മെട്രിക്സിൻ്റെ ട്രാൻസ്പോർട്ട്. നെക്സ്റ്റ് വണ്ണാണ് സിമെട്രിക് മെട്രിക്സ്. സിമെട്രിക് മെട്രിക്സ് എ സ്ക്വയർ മെട്രിക്സ് എ ഈസ് കോൾഡ് സിമെട്രി. ദ കണ്ടീഷൻ എ ഈക്വൽ ടു എ ട്രാൻസ്പോർട്ട്. അതായത് എയും എ ട്രാൻസ്പോർട്ടും ഈക്വൽ ആണെങ്കിലാണ് സിമെട്രിക് മെട്രിക്സ് എന്ന് പറയുക. നെക്സ്റ്റ് സ്ക്യൂ മെട്രിക്സ്. ഇഫ് എ ഈസ് കോൾഡ് സ്ക്യൂ മെട്രിക്സ്
ദെൻ എ ട്രാൻസ്പോർട്സ് ഈക്വൽ ടു മൈനസ് എയും എ ട്രാൻസ്പോസ് ചെയ്താൽ നമുക്ക് മൈനസ് എ കിട്ടുകയാണെങ്കിൽ അതിനെയാണെന്ന് പറഞ്ഞ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈക്വൽ മെട്രിക്സ്. ഈക്വൽ മെട്രിക്സ് എന്ന് വെച്ചാൽ എല്ലാ എലമെൻറ്റ്സും ഈക്വൽ ആയതിനാണ് ഈക്വൽ മെട്രിക്സ് എന്ന് പറയുക. അതായത് എക്സിൻ്റെ എല്ലാ എലമെൻറ്റ്സും ഈക്വൽ ആയതാണ് ഈക്വൽ മെട്രിക്സ്. നെക്സ്റ്റ് വരുന്നതാണ് ആൾജിബ്രൈക് മെട്രിക്സ്. ആൾജിബ്രൈക് മെട്രിക്സ് there are 3 types mainly. ആൾജിബ്രിക് ഓപ്പറേഷൻ മെട്രിക്സിൽ നടത്തുന്ന ആൾജിബ്രൈക് ഓപ്പറേഷൻ there are 3 type ഓപ്പറേഷൻസ് ആണ് മെട്രിക്സിൽ നടത്തുന്നത് കോമൺ ആയിട്ട്. ഫസ്റ്റ് വൺ അഡിഷനും പിന്നെ സബ്സ്ട്രാക്ഷനും പിന്നെ മൾട്ടിപ്ലിക്കേഷൻ. സോ അഡിഷൻ നമ്മൾ ഒരു ഇതിനെ മെട്രിക്സിനെ ആഡ് ചെയ്യുകയെന്ന് വെച്ചാൽ എല്ലാ നമ്പറിലും ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളമിലെ നമ്പർ, അതായത് 3 ഇവിടെ എയിൽ 3 ആണ്, ഇതിലും ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളം ഉള്ള ബിയിലും 3 ആണ്. സോ അത് രണ്ടുമാണ് ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ തന്നിട്ട് ഇതിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. എ പ്ലസ് ബി ആണ് വരുന്നത്, എ മൈനസ് ബി അല്ല, എ പ്ലസ് ബി ആണ് വരുന്നത്. നെക്സ്റ്റ് സബ്സ്ട്രാക്റ്റ് എന്ന് വെച്ചാൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലമെൻറ്റ്സ് എന്ത് ചെയ്യുക, സബ്സ്ട്രാക്റ്റ് ചെയ്യുക. അങ്ങനെ കിട്ടുന്നതാണ് സബ്സ്ട്രാക്ഷൻ മെട്രിക്സ്. സാധാരണ നമുക്ക് എല്ലാ മെട്രിക്സിൻ്റെ ഓർഡർ സെയിം ആയാൽ മാത്രമാണ് അഡിഷനും സബ്സ്ട്രാക്ഷനും പോസിബിൾ ആവുള്ളൂ. അതായത് 3/3 എത്രത്തോളം എയും ബിയും ഏത് മെട്രിക്സാണ് അതിനനുസരിച്ച് രണ്ടും സെയിം ആണെങ്കിൽ മാത്രം, രണ്ടിലും സെയിം കോളം രണ്ടിലും സെയിം റോസും ആണെങ്കിൽ മാത്രമാണ്. സെയിം റോസ് എന്ന് വെച്ചാൽ നമ്പർ ഓഫ് കോളംസ് ഈക്വൽ ടു നമ്പർ ഓഫ് റോസ് ഈക്വൽ ആണെങ്കിലാണ് എയും ബിയും നമുക്ക് ആഡ് ചെയ്യണം സബ്സ്ട്രാക്റ്റ് ചെയ്യണം പറയണം. നെക്സ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്. ഈ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റിലെ നമ്പർ ഓഫ് കോളം ഈക്വൽ ടു സെക്കൻഡിലെ നമ്പർ ഓഫ് റോസ്, അല്ലെങ്കിൽ ഫസ്റ്റിലെ നമ്പർ ഓഫ് റോസ് ഈക്വൽ ടു സെക്കൻഡിലെ നമ്പർ ഓഫ് കോളംസ് എന്നാൽ മാത്രമേ മൾട്ടിപ്ലിക്കേഷന് പോസിബിൾ ആവുള്ളൂ. ഇത് ഞാൻ ചെയ്ത് കാണിക്കാം, അപ്പോഴേ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുള്ളൂ. ഓക്കെ.